നമുക്ക് GBP/USD ഉണ്ട്. വീക്ക്ലി ബയാസിനെ കുറിച്ച് നോക്കാം. വീക്ക്ലി ബയാസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. മീൻസ് ലെറ്റ് us see. GBP/USD വീക്ക്ലിയിൽ എന്താണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? GBP/USD വീക്ക്ലിയിൽ ഇതൊരു അപ് ട്രെൻഡ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. GBP/USD കറൻ്റ്ലി ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോ, ഹൈ, ലോ റിജക്റ്റ് ചെയ്തു, പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ഹൈ തന്നു, ലോ റിജക്റ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, ഹൈ തന്നു. ഓക്കെ, ദെൻ താഴോട്ടേക്ക് വരികയാണ്, ഒരു ലോ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിങ്ങനെ കുറച്ചും കൂടി പ്രിസൈസായി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വീക്കിലി ആണല്ലോ, അത്രയും വലുതായിട്ട് എടുക്കണ്ട. ഈ ഒരു റേഞ്ച് നോക്കാം നമുക്ക്. ഒരു ഹൈ, ഇവിടെ ഒരു ലോ, MSS തന്ന് നമുക്കൊരു പുതിയൊരു ഹൈ തന്നു, ലോ ക്രിയേറ്റ് ചെയ്തു, BMS, ദെൻ ഹൈ, ഹൈ, ലോ, ഹൈ, ലോ, ഹൈ, ദെൻ ആ ലോയിനെ ബ്രേക്ക് ചെയ്തു, ഒരു MSS തന്ന് നമുക്കൊരു ലോ തന്നു, ദെൻ ഹൈ റിജക്റ്റ് ചെയ്ത് അടുത്തൊരു ലോ തന്നു. കറൻ്റ്ലി ഇതൊരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. നമുക്കൊരു MSS തന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, MSS തന്ന് അടുത്തൊരു BMS ലോയിലേക്കുള്ളത്, ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ളത്. ഇവിടെയാണ് ഈ MSS വരുന്നത്. ഇവിടെയായിരുന്നു നമുക്ക് MSS കിട്ടിയത്. സോറി, ഇത് BMS. നമ്മുടെ MSS നമുക്ക് കിട്ടിയത് ഇതാണ്. ഈ ഒരു ലോയിനെ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കിതൊരു MSS ആയി കിട്ടി. നമുക്ക് MSS കിട്ടി. ഇതൊരു ഫസ്റ്റ് കണ്ടീഷൻ MSS നമുക്ക് കിട്ടി. ഇവിടെ എന്നിട്ട് ലോ ബ്രേക്ക് ചെയ്തു, MSS കിട്ടി, ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഹൈ റിജക്റ്റ് ചെയ്തു, ദെൻ ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു, അടുത്തൊരു BMS കിട്ടി, പുതിയൊരു ലോ ഉണ്ടാക്കി, ലോ കിട്ടി, ഹൈ കിട്ടി. അത് നമുക്ക് PDR വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ലോ, ഹയർ ലോ ടു ലോവർ ലോ, സോറി, ലോ ഹൈ ടു ലോവർ ലോ. PDR നോക്കുമ്പോൾ ഡിസ്കൗണ്ട് ഏരിയ വന്നു. ഡിസ്കൗണ്ട് ഏരിയയിൽ എവിടെയാണ് വന്നത്? ഈ റിജക്ഷൻ ബ്ലോക്കിലാണ് വന്നത്. റിജക്ഷൻ ബ്ലോക്കിൽ വന്നിട്ട് ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തു. ഇവിടെ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തു, അവിടെയാണ് ലോ ഉണ്ടാക്കിയത്. എന്നിട്ട് തിരിച്ച് റിവേഴ്സ് പോകുന്നു. ക്ലീൻ ആയിട്ടുള്ളൊരു റേഞ്ച് തന്നെയാണ്, പുതിയ റേഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് പോയിട്ട് ഈ റേഞ്ച് ലോയിനെ ബ്രേക്ക് ചെയ്യണം. ലോയിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ പുതിയ BMS കിട്ടും. പുതിയ BMS കിട്ടി നമുക്കൊരു ന്യൂ ലോവർ ലോ കിട്ടും. അതാണ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഞ്ച് ലോയിനെ ബ്രേക്ക് ചെയ്യണം. ഇതാണ് പുതിയ റേഞ്ച് ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് പുതിയ റേഞ്ച് ഹൈ. ഓക്കെ, ഇതാണ് പുതിയ റേഞ്ച്, ന്യൂ റേഞ്ച്. ഓക്കെ, ന്യൂ റേഞ്ച് ക്രിയേറ്റ് ആവണം. ഇപ്പോൾ കറണ്ടിലുള്ള റേഞ്ച് ഇതാണ്. ന്യൂ റേഞ്ചിൻ്റെ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി താഴെ ബ്രേക്ക് ചെയ്യുമ്പോൾ പുതിയ റേഞ്ച് ക്രിയേറ്റ് ആവും. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഇപ്പോൾ GBP/USD തരുന്നത്. അത് വീക്ക്ലിയിൽ കറണ്ട് വീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞത് ജാനുവരി 12th മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വീക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാനുള്ളത് ജാനുവരി 19th മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വീക്കാണ് വരുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ആണ്. സാറ്റർഡേ, സൺഡേ, മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന വീക്ക്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതിപ്പോൾ CRT ബേസിസിൽ നോക്കുവാണെങ്കിൽ, വീക്ക്ലി CRTയിൽ നോക്കുവാണെങ്കിൽ ഇതാണ് വീക്ക്ലി CRT ഹൈ, വീക്ക്ലി CRT ഹൈ, വീക്ക്ലി CRT ഹൈ, ആൻഡ് ഇത് വീക്ക്ലി CRT ലോ, വീക്ക്ലി CRT ലോ, വീക്ക്ലി CRT ലോ. അപ്പോൾ വീക്ക്ലി CRT ഹൈ, വീക്ക്ലി CRT വരുന്നത് 22 ഡിസംബർ എന്ന് പറഞ്ഞ വീക്കാണ് വീക്ക്ലി CRT വരുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക്ലി CRT. ദെൻ അത് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ഈ റിജക്ഷൻ ബ്ലോക്കിലേക്കാണ്. റിജക്ഷൻ ബ്ലോക്കിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് മൺഡേ
വരുന്നത് 5th ജാൻ എന്ന് പറയുന്ന വീക്കാണ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം അവിടെ വല്ല എൻട്രീസും വരുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ വീക്കിലി ആയതുകൊണ്ട് 1 hour ആണ് അതിൻ്റെ ലോവർ ടൈം ഫ്രെയിം, 1 hour ആണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, കളർ ബോക്സസ് ചെയ്യുന്നത്. ഓക്കെ, വീക്ക്ലി CRT 1 day ഇതാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്, ഇതാണ് ബ്രേക്ക് ചെയ്തു. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, ഇല്ല കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിട്ടാണെങ്കിൽ ഇത് ഇവിടെ ഒരു OB ആണ്. ഈ OB കാണിച്ചു തരാം. ഇതാണല്ലോ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഇത് ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല, ഇതാണ് ബോഡി ബ്രേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് OB. എപ്പോഴാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് CISD ആയിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ബട്ട് ഇവിടെ വന്നു, ഇവിടെ മാനിപ്പുലേഷൻ തരുന്നില്ല, തിരിച്ച് വീണ്ടും പോയി അവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും ഒരു OB ആയിട്ട് ഇവിടെ ഒരു OB മാറി, ഇവിടെ ഒരു OB ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ കറൻ്റ് റേഞ്ച് ഹൈനെ ബ്രേക്ക് ചെയ്തത് OB ഇതാണ്. അപ്പോൾ അതിനെ ആ ബ്രേക്ക് ചെയ്ത ആ ക്യാൻഡിൽ വീണ്ടും OB ആയിട്ട് മാറുന്നു. OB. സോ ഇത് തിരിച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ CISD ആയിട്ട് ചേഞ്ച് ചെയ്തു. CISD ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴാണ് മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്, അപ്പോൾ നമുക്കൊരു എൻട്രി. മാർക്കറ്റ് തിരിച്ചു വന്നില്ല. പിന്നെ ഇതാണ് ഒരു CISD ആയിട്ടുള്ള പ്രീവിയസ് OB ആയിട്ടുള്ളത്. അത് മാർക്കറ്റ്, അത് CISD. ഓക്കെ, അത് CISD ആണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് CISD ആയി ചേഞ്ച് ചെയ്തു. പിന്നെ മാർക്കറ്റ് തിരിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അവിടെ നിന്നൊരു എൻട്രി, CISD എൻട്രി. ഷോർട്ടാണ്. ഇതാണ്. ഓക്കെ, ഹൈ 1:2 ആണ് നമ്മുടെ എപ്പോഴും ഉള്ളത്. 1:2 ആണ്. 1:2 ഹിറ്റ് ചെയ്തു. നമുക്ക് അവിടെ എൻട്രി ഫിനിഷ് ചെയ്തായിരുന്നു. വീക്ക്ലിയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു? 6th ജാനുവരി. 6th ജാനുവരി എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എൻഡ് ചെയ്തത് 8th ജാനുവരി. 6th 7th 8th 3 days റൺ ചെയ്തു. 1 hourലാണ് CISD. ഓക്കെ, റൺ ചെയ്തു. ഇത് നമുക്ക് മൊത്തം ഇത് കിട്ടിയേക്കുന്നത് CRT താഴെ വരെ ലോഗ് വരെ കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു 4 ഉണ്ടായിരുന്നു, 1:4 ഉണ്ടായിരുന്നു. താഴെ വരെ റൺ ചെയ്യാം. കാരണം 50% അല്ല നമ്മൾ റൺ ചെയ്യുന്നത്. താഴെ വരെ റൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ബയാസ്, മന്ത്ലി ബയാസ് നമ്മൾ നോക്കിയപ്പോൾ അത് ബിയറിഷാണ്. വീക്ക്ലി ബയാസും ബിയറിഷാണ്. വീക്ക്ലി ബയാസും മന്ത്ലി ബയാസുമായിട്ട് സിമിലറായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് CRT ലോ വരെ റൺ ചെയ്യാം. അപ്പോൾ ഇത് 1:4 വരെ കിട്ടും. ഈ CRT വീക്ക്ലി ബയാസ് ബുള്ളിഷാണ്, മന്ത്ലി ബയാസ് ബിയറിഷ് ആണെങ്കിൽ നമുക്ക് 50% വരെ. ഇപ്പോൾ ഇതിനകത്ത് വീക്ക്ലി ബയാസ് പറഞ്ഞാൽ ബിയറിഷ് ആണ്, അതുകൊണ്ട് നമ്മൾ ഷോർട്ട് എൻട്രി ആണ് നോക്കുന്നത്. ബട്ട് ഇഫ് ഇൻ കേസ് മന്ത്ലി ബയാസ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ 50% വരെ റൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു GBP/USDയുടെ വീക്ക്ലി ബയാസ് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. വീക്ക്ലി ബയാസ് എന്ന് പറയുന്നത് ഒരു ബിയറിഷ് ബയാസ് ആണ്. ഇതിനി താഴോട്ട് വന്ന് ഇവിടെ താഴോട്ടേക്ക് വരണം എന്നുള്ള റണ്ണിങ് കണ്ടിന്യൂഷനാണ് വരുന്നത്. നിങ്ങൾ ഇത് നീ ബ്രേക്ക് ചെയ്യണം, തിരിച്ചു പോയി ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ പുതിയ CRT ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ ബോഡി ബ്രേക്ക് കിട്ടുവാണ്. ഇതിപ്പോൾ ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് CRTയിൽ തന്നെയാണ്. ബോഡി ബ്രേക്ക് കിട്ടുമ്പോൾ പുതിയ CRT ആയിരിക്കും, നമുക്ക് പുതിയ CRT നമുക്ക് എടുക്കാൻ പറ്റും. അന്നേരം ഏതാണ് എന്നുള്ളത് നമുക്ക് അടുത്ത അപ്കമ്മിങ് വീഡിയോസിൽ വരാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് ലെവൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒരു IFEG ഉണ്ട്. ഇതിപ്പോൾ എക്സ്റ്റേണൽ റേഞ്ചിലാണെങ്കിൽ ഇവിടെ OB ഉണ്ട്, ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, OB ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. IFEG എടുത്തു. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിലേക്കുള്ളത് നോക്കാം. ഇപ്പോൾ വീക്ക്ലി ബയാസും ബിയറിഷാണ്, മന്ത്ലി ബയാസും ബിയറിഷാണ്. ഇനി മൺഡേ ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം വരുന്ന വീക്കിൽ ചേഞ്ച് ആവുമോ ചേഞ്ച് ആവില്ലേ എന്നുള്ള കാര്യം, ബയാസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്ന ദിവസത്തെ ഉള്ളത് വെച്ചിട്ടുള്ള ഡെയിലി ബയാസും കാര്യങ്ങളും നോക്കാം. ഡെയിലി ബയാസിന് അടുത്ത് ഞാൻ മൺഡേ അപ്ഡേറ്റ് ചെയ്യാം. മൺഡേത്തെ നോക്കിയിട്ട് ഡെയിലി ബയാസും കാര്യങ്ങളും അതിനകത്ത് വരുമ്പോൾ വീക്കിലി പ്രൊഫൈൽ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം.